ഇനി നാലാമത്തെ വേണമെങ്കിൽ കൊണ്ടുപോയിക്കൂടെ ഇൻഷാ അല്ലാഹ്. ബഹുമാനരായ ഉസ്താദ് ഇനി അടുത്ത വർഷം ഇങ്ങനെ നമുക്ക് കിട്ടുമോ പറയാൻ പറ്റില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ നമ്മളെയൊക്കെ വലിയ വേദനയിൽ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് വിട പറഞ്ഞു പോയ മഹാനായ മാണിയൂർ ഉസ്താദ് അവർകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനുഭാവൻ്റെ ബർസഖി ജീവിതം സന്തോഷത്തിലും സമാധാനത്തിലും ഏറ്റവും ഖൈറുള്ള റാഹത്തുള്ള അവസ്ഥയിൽ അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് ദുആ ചെയ്യുകയാണ്. മാണിയൂർ ഉസ്താദ് മഹാനവറുകളെ സംബന്ധിച്ചുകൊണ്ട് പറയുമ്പോൾ അവർ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വേണ്ടി അവരുടെ ജീവിതം സമർപ്പിക്കുകയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വേണ്ടി ഒരുപാട് നാൾ അഹോരാത്രം പരിശ്രമിക്കുകയും ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ആത്മീയമായിട്ടുള്ള പരിഹാരങ്ങൾ നൽകുകയും കോവിഡിന് മുമ്പൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ എല്ലാവർക്കും അറിയാം, പ്രഭാതമാകുമ്പോഴേക്ക് അതിനു മുമ്പ് തന്നെ ആയിരക്കണക്കിന് ജനങ്ങൾ ആത്മീയ പരിഹാരം തേടി ഉസ്താദിൻ്റെ വസതിക്ക് പരിസരത്ത് തടിച്ചുകൂടുന്ന നീണ്ട ക്യൂ നമ്മുടെയൊക്കെ മനസ്സിൽ മായാതെ നിൽക്കുന്ന അനുഭവമാണ്. ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിലെ നേറുന്ന 1000 പ്രശ്നങ്ങൾക്ക്, രോഗമാവട്ടെ മറ്റു പലതരത്തിലുമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി അതിനൊക്കെ പരിഹാരം നൽകുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് 1000 ജനങ്ങൾക്ക് ആത്മീയമായിട്ടുള്ള ആവേശം നൽകുകയും ചെയ്തിട്ടാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഈ ലോകം വിട്ട് പിരിഞ്ഞു പോയിട്ടുള്ളത്. എനിക്ക് പേഴ്സണലായിട്ട് തന്നെ, വ്യക്തിപരമായിട്ട് തന്നെ പ്രഭാഷണ വഴിയിൽ വലിയൊരു ആശ്വാസം ചില കാര്യങ്ങൾക്കൊക്കെ നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. 4-5 വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിൽ പരിസരത്ത് നടന്നൊരു പ്രഭാഷണത്തിൽ, അന്നാണ് ഉസ്താദിനെ ആദ്യമായിട്ട് കാണുന്നത്, കോവിഡിന് മുമ്പ്. അന്ന് ഉസ്താദുമായി എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യം ഉസ്താദിനോട് പറഞ്ഞു ദുആ ചെയ്യിപ്പിച്ചപ്പോൾ അതിന് കൃത്യമായി ഉത്തരം കിട്ടുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ ഒരു പ്രശ്നം സോൾവ് ആകുകയും ചെയ്ത ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും, വ്യക്തിപരമായിട്ടുള്ളത്, കുടുംബപരമായിട്ടുള്ളത്, പല വിഷയങ്ങൾക്കും, അനുഭവസ്ഥരായിട്ടുള്ള പല വിഷയങ്ങൾക്കും വലിയ ഉപകാരം കിട്ടിയ, ഖൈർ കിട്ടിയ, അള്ളാഹുവിൻ്റെ നിഅമത്ത് കൊണ്ട് ഒരുപാട് മാറ്റങ്ങളുണ്ടായ ആയിരക്കണക്കിന് പേരുടെ അനുഭവമുണ്ട്. ഇത്തരത്തിലുള്ള പണ്ഡിതന്മാർ, മഹത്തുക്കളൊക്കെ പിരിഞ്ഞു പോവുക എന്ന് പറയുന്നത് മൗത്തുൽ ആലിമി മൗത്തുൽ ആലം. ഒരു ഉഖ്റവിയായ പണ്ഡിതൻ്റെ വഫാത്ത് എന്ന് പറയുന്നത് അത് ലോകത്തിൻ്റെ തന്നെ മരണമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള മഹത്തുക്കളുടെ വിയോഗം അത് യഥാർത്ഥത്തിൽ എല്ലാവർക്കും, വിശിഷ്യ അഹ്ലുസുന്ന വൽ ജമാഅത്ത് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അതൊരു വലിയ നഷ്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാൻ്റെ കൂടെ നമുക്കൊക്കെയും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പാരത്രികമായിട്ടുള്ള വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പത്തിലും ഖൈറിലും അല്ലാഹു നൽകട്ടെ. ഇത്തരത്തിലുള്ള മഹത്തുക്കൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗമാണ്, കണ്ണൂർ ജില്ലയിലെ സമന്നതനായ നേതാവാണ്. ഒരുപാട് കാലം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി വലിയ ത്യാഗം സഹിച്ച് അധ്വാനിച്ച് ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച മഹാനാണ്. അവരുടെയൊക്കെയും പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. നമ്മുടെ ഉലമാക്കൾക്ക്, ആലിമീങ്ങൾക്കൊക്കെ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും സിഹത്തും സലാമത്തും നൽകട്ടെ. ഇത് വളരെ അമൂല്യമായൊരു സംഗതിയാണ് എന്ന് എനിക്കറിയാം. കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിലൊരു പ്രശ്നം മാറിയിട്ടുണ്ട്. പുറത്തിന് ശേഷം മുഖാമിൻ്റെ അവിടെ പരിസരത്ത് ഉസ്താദിനോട് പറഞ്ഞ് ദുആ ചെയ്യിപ്പിച്ചപ്പോൾ അതിനുശേഷം ഞാൻ പറഞ്ഞില്ല, 100 കണക്കിന് സ്ഥലത്ത് ഞാൻ വേല പറഞ്ഞിട്ടുണ്ട്, ഒരു വിൽക്കൂല്ല. അൽഹംദുലില്ലാഹ്. ഉസ്താദിനത് അറിയുമെന്നറിയില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു രോഗമോ പ്രയാസമോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു 3333 രൂപക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മുറാദ്, ഒരു കുപ്പി തേൻ ഇൻഷാ അല്ലാഹ് നടക്കും. മഹാനായ ഉസ്താദിന്റെ ഹദറത്തിലാണ് പറയുന്നത്. പറയാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആരാണോ കൊണ്ടുപോകുന്നത് അവർക്ക് ഖൈർ കൊടുക്കണേ റബ്ബേ. നടപോയൊക്കെ ഒരു 3313 രൂപ അള്ളാന്റെ പള്ളിക്കാർ പ്രമൂല്യമായൊരു സംഭാവനകൾക്ക് കിട്ടുന്നത്. അൽഹംദുലില്ലാഹ്. ആ സഹോദരിക്ക് ഖൈർ കൊടുക്കണേ അല്ലാഹ്. ആരാണോ 3333 ഏറ്റെടുത്തത് അവരുടെ ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാഹ്. അവർ മക്കളിൽ ഖൈർ നൽകണേ അല്ലാഹ്. അവരുടെ കുടുംബത്തെ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. മൂല്യമാണ്. നാളെ അത് കിട്ടുമെന്നൊന്നും പറയാൻ പറ്റൂല. ഇൻഷാ അല്ലാഹ്. ഒരു സഹോദരി ഇനി നാലാമത്തെ വേണമെങ്കിൽ കൊണ്ടുപോയിക്കൂടെ ഇൻഷാ അല്ലാഹ്. ബഹുമാനരായ ഉസ്താദ് ഇനി
അടുത്ത വർഷം ഇങ്ങനെ നമുക്ക് കിട്ടുമോ പറയാൻ പറ്റില്ല. അല്ലാഹുവേ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, സുഹ്ഹത്ത് കൊടുക്കണേ അല്ലാഹ്, സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ ആരാണോ ഇത് കൊണ്ടുപോകുന്നത് അവർക്ക് നീ എന്താണോ മുറാദ് അത് ഹാസിലാക്കണേ അല്ലാഹ്. ഉസ്താദിന്റെ ഹദറത്തുന്നതല്ല അല്ലേ? അൽഹംദുലില്ലാഹ് ഒരു സഹോദരൻ അപ്പോഴാണ് പടച്ചവനെ അവരെ മുറാദ് മനസ്സിൽ വരുന്നത് അത് സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്, സാധിപ്പിക്കണേ റബ്ബേ. ഒരു 3313 ഇതിന്റെ പൈസ നോക്കണ്ട, ഈ സാധനത്തിന്റെ നോക്കണ്ട, ഇതൊരു വലിയ മഹാമന്ത്രിച്ചതാണ്. റുഖിയ ശർഇയ്യ അൽഹംദുലില്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ് ആ സഹോദരി എന്താണോ ഉദ്ദേശിച്ചത് ഖൈറാക്കണേ അല്ലാഹ്, അവരുടെ മക്കളിലാ ഖൈർ കൊടുക്കണേ അല്ലാഹ്, അവരുടെ ഭർത്താവിലാ ഖൈർ കൊടുക്കണേ അല്ലാഹ്, അവരുടെ മാതാപിതാക്കൾക്ക് സ്വർഗ്ഗമേകണേ റബ്ബേ, ശിഫാ നൽകണേ അല്ലാഹ്. ഒന്നും കൂടെ ആരുണ്ടോ നോക്ക്. അൽഹംദുലില്ലാഹ് ഒരു സഹോദരൻ, ആ സഹോദരന്റെ ഉദ്ദേശം സഫലമാക്കണേ അല്ലാഹ്, സഫലമാക്കണേ അല്ലാഹ്. അടുത്ത കൊല്ലം മൊത്തം കിട്ടുമെന്ന് അള്ളാന്റെ കയ്യിലാണ്, പറയാൻ പറ്റില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ അവസരം ഉപയോഗപ്പെടുത്തിക്കോളി. ഞാനും കാര്യം കൊണ്ടൊരു തേനോ വെള്ളമോ മന്ത്രിച്ചിട്ടാണ് ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത്. അൽഹംദുലില്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. ഇതൊരു അവസരമാണ്. ഒരു 1313 അൽഹംദുലില്ലാഹ്. മക്കൾക്കോ എന്തെങ്കിലും അസുഖമോ പ്രയാസമോ ഉണ്ടെങ്കിൽ കൊടുക്കണം. എൻ്റെ ഭാര്യൻ്റെ ഉമ്മാൻ്റെ ഉമ്മണ്ട്, എൻ്റെ വൈഫിൻ്റെ ബലീമ ഖദീജ എന്നാണ് അവരുടെ പേര്. മാനൂർ ഉസ്താദിന്റെ വെള്ളം എന്ത് അസുഖം ഉണ്ടെങ്കിലും അതിന്ന് ഒരൽപ്പം വെള്ളം എടുത്തിട്ട്, എനിക്ക് പോലും തലവേദന വന്നപ്പോൾ എൻ്റെ ഭാര്യൻ്റെ ഉമ്മാൻ്റെ ഉമ്മ ബലീമ അവിടുന്ന് ഒരൽപ്പം മൂടി വെള്ളം എടുത്ത് എൻ്റെ നെറ്റിയിലേക്ക് തടവിട്ടെടുത്ത് വെള്ളം തീരുന്നതിനനുസരിച്ച് വന്നിട്ട് മേടിച്ചു കൊണ്ടുപോകും. സുബ്ഹാനല്ലാഹ്. എൻ്റെ ഭാര്യ ഹാഫിളത്താണ്. അവരും പഠിക്കുന്ന കാലത്ത് മുഴുവനും ഉസ്താദിന്റെ ഹദറത്തിൽ വന്ന് ആ പരിശുദ്ധമായ ആത്മീയമായ വെള്ളം വാങ്ങിച്ചു കുടിച്ച് ഒരുപാട് തവണ സുബ്ഹാനല്ലാഹ് അവരെന്നോട് അനുഭവം പറയാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് മുഅ്മിനീങ്ങളെ അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതാ ഒരാൾ അൽഹംദുലില്ലാഹ് സ്വീകരിക്കണേ തമ്പുരാൻ, ഖബൂലാക്കണേ അല്ലാഹ്. ഇനി ആരാ സാറീരാനായ വേഗം പറഞ്ഞോളി ഇൻഷാ അല്ലാഹ്. ഒരു ദീനിന്റെ സദസ്സിൽ വെച്ച് മഹാനായ ഉസ്താദ് മന്ത്രിച്ചതാണ്. ഒരു അയിൽമിന്റെ വീട്ടിൽ മന്ത്രിക്കുന്ന പോലെ പോലും അല്ല, ഒരു അയിൽമിന്റെ സദസ്സിൽ മഹാനായ ഉസ്താദ് ഈ അവശതയിലും വന്നിട്ട് മന്ത്രിച്ചതാണ്. ഇൻഷാ അല്ലാഹ്. ഒരു 1313 തരാൻ പറ്റിയ ആരെങ്കിലും ഇവിടെ? മക്കളുടെ കാര്യം, മരുമക്കളുടെ കാര്യം, രോഗം, എല്ലാത്തിനും ഇൻഷാ അല്ലാഹ് പോയി നോക്ക്. അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ മാരകമായ ക്യാൻസർ, കിഡ്നി രോഗം അല്ലാഹ് എത്ര പേർക്കാണുള്ളത്. പടച്ചവനെ ശിഫാഅൻ താമ്മ, പൂർണ്ണമായ ശിഫ കൊടുക്കണേ അല്ലാഹ്. ഒരു 1313 രൂപ ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിന്റെ ദീനിൽ അൽഹംദുലില്ലാഹ് ആ സഹോദരിക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്, ഖൈർ കൊടുക്കണേ അല്ലാഹ്. ഇതൊക്കെ നമുക്ക് വിശ്വാസം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ. ഞാൻ പ്രത്യേകിച്ചും മാണിക്കാരോട് പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് ഓരോ ലക്ഷക്കണക്കിന് 10,000-കണക്കിന് ജനങ്ങളുടെ അനുഭവമാണ്. സാധന പോയിട്ട് ഇരുത്തി പോയിട്ടൊന്നുമല്ല ഇതല്ല. അള്ളാഹു മഹാനവർക്ക് കൊടുത്ത നിഅമത്തിനെ സംബന്ധിച്ച് നമ്മൾ നിങ്ങളോട് പറയുകയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹ്. ഒരു 2 പേരും കൂടെ കൈകൊട്ട്. അല്ലാഹുവേ നീ ഖബൂലാക്കണേ തമ്പുരാനെ. ഇത് കോഴിക്കോട്ടോ മലപ്പുറത്തോ വടകരയോ പാനൂരോ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ 50,000 രൂപക്ക് ആളുകൾ വിളിച്ചോണ്ട് പോകും. 50,000 രൂപക്ക് അവിടുന്ന് വിളിച്ചോണ്ട് പോകും ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന് ആഫിയത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദാ രണ്ടാളും കൂടെ കൈകൊട്ട്. ആരെങ്കിലും ഉണ്ടോ? ഒന്ന് പോയി നോക്കട്ടെ മോനെ. അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാഹ്. ആരാണോ കൊണ്ടുപോകുന്നത് അവർക്ക് ഖൈർ കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ ശിഫ കൊടുക്കണേ അല്ലാഹ്, ശിഫാ നൽകണേ റബ്ബേ, ഖൈറാത്ത് തുറക്കണേ അല്ലാഹ്, ദുനിയാവും പരലോകം രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അപകട മരണങ്ങളും ആക്സിഡന്റ് ദുർമരണങ്ങളും തൊട്ട് കാവലേകണേ അല്ലാഹ്, ആഖിബത്ത് നന്നാക്കണേ റബ്ബേ. അവസാനത്തെ ഭാഗ്യവാൻ ആരാ? ഒറ്റൊന്നും കൂടെ ലാസ്റ്റ് വേണം. പടച്ചവനെ നീ ഖബൂലാക്കണേ അല്ലാഹ്. ആരാണോ കൊണ്ടുപോകുന്നത് അവർക്ക് നീ ഖൈർ കൊടുക്കണേ റബ്ബേ. ഒറ്റൊന്നും കൂടെ ഉള്ള വലുത് ആരാ? ഒറ്റൊന്നും കൂടെ ലാസ്റ്റ് വേണം. ആരാ? സഹോദരിമാരാരൊന്നും നോക്കേണ്ട മോനെ. അല്ലാഹുവേ ഇത് കൊണ്ടുപോകുന്നവരുടെ, ഇത് പാനം ചെയ്യുന്നവർക്ക് നീ കൊണ്ടലിന് ക്യാൻസർ കൊടുക്കല്ലേ,
പുറത്ത് ക്യാൻസർ കൊടുക്കല്ലേ. ശിഫാഅൻ ഫീഹി ശിഫാഉൽ ലിന്നാസ്, വലിയ ശിഫയുള്ളതാണ്. പരിശുദ്ധ ഖുർആനിന്റെ മഹത്തായ മുഅ്ജിസത്താണ്, അത്ഭുതമാണ്, ഇജാസാണ്, തേനുകൾ എത്ര വലിയ അത്ഭുതമാണ്. അല്ലാഹുവേ, അത് കൊണ്ടുപോയി പാനം ചെയ്യുന്നവർക്കും കുടിക്കുന്നവർക്കും സേവിക്കുന്നവർക്കും പടച്ചോനെ ശിഫാ കൊടുക്കണേ അല്ലാഹ്. ഖലാസ്, അത് കഴിഞ്ഞു. ഇനി